ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗിസാർഡ് റോസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എങ്ങനെ ഇത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ജാർ എടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ വേണ്ടത്. ചുവന്നുള്ളി കുറച്ച് അധികം എടുത്താലും ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. പിന്നെ അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കിലോ ഗിസാർഡിലേക്കുള്ള അളവാട്ടോ ഞാൻ പറയണത്. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെച്ചിട്ടുണ്ടെന്ന് മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ലെവലിലാട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 5-6 വിസിലടിക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അധികം വേവ് കുറഞ്ഞു പോയാൽ റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിസാർഡ് ഇവിടെ വെന്തിട്ടുണ്ട്. വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് ഈ പാനിലേക്ക് മാറ്റി കൊടുക്കാം. കറി വറ്റി വരുന്ന വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പത്തിരി കൂടി ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്ക്.